എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ മിഹർ എന്ന് പറയുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. സഹപാഠികളിൽ നിന്നുണ്ടായ റാഗിങ്ങും ബുള്ളിയിങ്ങും ഫിസിക്കൽ അസോൾട്ടും കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ കുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം ഇതിന് നേരിടേണ്ടി വന്നത് വളരെ ക്രൂരമായ റാഗിങ് ആണ്. ആ കുട്ടിയെ വാഷ്റൂമിൽ കൊണ്ടുപോയി ടോയ്ലറ്റ് സീറ്റ് നക്കിച്ചു, മുഖം ടോയ്ലറ്റിലേക്ക് അമർത്തി പിടിച്ച് ഫ്ലഷ് ചെയ്തു. ഇങ്ങനെ തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ റാഗിങ്ങിൽ മനം നൊന്നിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. മിഹറിന്റെ ഈ വിഷയം നമ്മളിൽ പലരും അറിയുന്നത് ഇന്നലെ രാത്രിയാണ്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ മറ്റൊരു വീഡിയോ ഉണ്ട്. ഒരു 15 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി വീട്ടുകാരോടൊപ്പം ഒരു സ്ത്രീയെ വളരെ മോശമായി ബോഡി ഷെയിം ചെയ്യുന്നു, ബുള്ളി ചെയ്യുന്നു. വീട്ടുകാർ അത് എൻജോയ് ചെയ്യുന്നു, അത് റീൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ആ റീൽ അത്ര മോശമായിരുന്നു. ആ റീൽ കണ്ടപ്പോൾ തന്നെ തോന്നിയത് ബുള്ളിങ്ങിനെയും ബോഡി ഷെയിമിങ്ങിനെയൊക്കെ വീട്ടുകാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്നുള്ളതാണ്. ഇതാണ് പലപ്പോഴും കേരളത്തിലെ അവസ്ഥ. ഒരാൾ മരിക്കുമ്പോൾ അത് ബുള്ളിങ്ങോ റാഗിങ്ങോ കാരണമാകുമ്പോൾ വളരെ വലിയ ചർച്ചകൾ നടക്കും. ആ കൊച്ചിന് വേണ്ടി സഹതപിക്കും. പക്ഷെ അതിനുശേഷം ഈ ബുള്ളിങ്ങും റാഗിങ്ങും എല്ലാം കോമഡി ആവും. ഇതെല്ലാം കണ്ടു വളരുന്ന ഈ കുട്ടികൾ ബുള്ളിങ്ങും റാഗിങ്ങും ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മിഹറിന്റെ ഈ കേസിൽ മിഹർ ആത്മഹത്യ ചെയ്തിട്ടും മിഹറിനെ ബുള്ളി ചെയ്ത ഈ കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള കുറ്റബോധവും ഇല്ല. പേരൻസും സൊസൈറ്റിയും എല്ലാം ഈ ബുള്ളിങ്ങിനെ എൻകറേജ് ചെയ്യുമ്പോൾ, അതിനെ തമാശയാക്കുമ്പോൾ, അങ്ങനെയുള്ള ഈ കേരള സമൂഹത്തിൽ വളരുന്ന ഈ കുട്ടികൾക്ക് എങ്ങനെ കുറ്റബോധം തോന്നാനാണ്? അവരെങ്ങനെ കുറ്റവാളികളാകാതിരിക്കും? ബുള്ളിങ് തമാശയല്ല. കേവലം തമാശ എന്ന് പറയുന്ന ഈ ബുള്ളിങ്ങിൽ തുടങ്ങിയാണ് വളരെ ക്രൂരമായ ഫിസിക്കൽ അസോൾട്ടിലേക്കും റാഗിങ്ങിലേക്കും ഈ കുട്ടികൾ എത്തുന്നത്. അതൊരു രീതിയിലും എൻകറേജ് ചെയ്യാൻ പാടില്ല. മിഹറിന് ജസ്റ്റിസ് കിട്ടുന്നതിനോടൊപ്പം ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടി കൂടി നമ്മൾ പ്രവർത്തിക്കണം.